ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബാലി ട്രിപ്പിൻ്റെ ട്രിപ്പ് പ്ലാനിങ്, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങൾ താമസിച്ചതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അവിടെ ഓരോ ദിവസവും കണ്ടതുമായ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, പിന്നെ ടോട്ടൽ ബഡ്ജറ്റ്. ഇതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ഹബീബി കം ടു ബാലി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ടൂർ ബുക്ക് ചെയ്തത്. അവിടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള ട്രാൻസ്പോർട്ടും ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും മാത്രം ഉൾപ്പെടുന്ന ഒരു ട്രാവൽ പാക്കായിരുന്നു അത്. സിംഗപ്പൂരിൻ്റെ ബഡ്ജറ്റ് എയർലൈൻസായ സ്കൂട്ട് എയർലൈൻസാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. സ്കൂട്ട് എയർലൈൻസ് ബുക്ക് ചെയ്യാനുള്ള കാരണം സിംഗപ്പൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടും കാണാനുള്ള സൗകര്യമുണ്ട്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രമാണ് സ്കൂട്ട് എയർലൈൻസിൻ്റെ സർവീസ് ഉള്ളത്. കേരളത്തിൻ്റെ പുറത്ത് തൊട്ടടുത്ത് കോയമ്പത്തൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിംഗപ്പൂർ ലേ ഓവറുള്ള സ്കൂട്ട് എയർലൈൻസ് ബാലിക്ക് പോകാൻ പറ്റുന്നതാണ്. മലബാർ ഏരിയയിലുള്ളവർക്ക് ട്രിവാൻഡ്രത്തിനേക്കാൾ സൗകര്യം കോയമ്പത്തൂരാണ്. 2-3 മണിക്കൂർ ലേ ഓവർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സിംഗപ്പൂരിലെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് സിംഗപ്പൂർ വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ആണ്. അവിടെയുള്ള ജുവൽ എന്ന് പറയുന്ന ഈ ഇൻഡോർ വാട്ടർഫാൾ ഒരു നല്ല കാഴ്ചയാണ്. സിംഗപ്പൂർ എയർപോർട്ടിലെ ടെർമിനലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്കൈ ട്രെയിനിൽ യാത്ര ചെയ്താൽ മതി ഇത് കാണാൻ. സിംഗപ്പൂർ എയർപോർട്ടിലെ ഈ കാഴ്ചകൾ കാണാൻ വിസയുടെ ആവശ്യമില്ല. പക്ഷേ ബാലിയിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത് വിസയ്ക്ക്. ഒന്ന് വിസ ഓൺ അറൈവലും, ഒന്ന് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുന്ന വിസയും. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലുള്ള വലിയ ഒരു ക്യൂ ഒഴിവാക്കാം. ഏകദേശം 3000 റേറ്റ് വരുന്ന ഇന്തോനേഷ്യൻ വിസ നമുക്ക് മേക്ക് മൈ ട്രിപ്പ് വഴി ഈസിയായി എടുക്കാം.